പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ സത്യ ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും നീക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. സഭ ഒരു പുതിയ സംവത്സരത്തിലേക്ക് പ്രവേശിക്കുന്നു. സഭയുടെ കലണ്ടർ അനുസരിച്ച് ന്യൂ ഇയറിൻ്റെ ദിവസങ്ങളിലൂടെയാണ് നാം ഇനി കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുക. പിതാക്കന്മാർ ഈ ദിവസങ്ങളിലെ ചിന്തയ്ക്കായിട്ട് ക്രമീകരിച്ചു വച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസും സബ്രവനിൽ എഴുതപ്പെട്ട രക്ഷാസുവിശേഷത്തിൻ്റെ 8-ാം അധ്യായം 27 മുതൽ 33 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. സഭയുടെ ശുദ്ധീകരണം, കൂദശിത്വം. ഫിലിപ്പിൻ്റെ കൈസറിലൂടെ കടന്നു പോകുന്ന കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ആ ചോദ്യം ആരംഭിക്കുന്നത് ജനം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ്. അവസാനിക്കുന്നതാകട്ടെ പത്രോസിൻ്റെ മറുപടിയിലും അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്ന മശിഹ ആകുന്നു എന്നാണ് മറുപടി. ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് മിഷണറി പ്രവർത്തനത്തിൻ്റെ ത്വരയും ആഗ്രഹവുമായിട്ട് ഒരു മനുഷ്യൻ ആഫ്രിക്കയിലെ വനാന്തരങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അവനവിടെ സുവിശേഷം പറയുവാനായിട്ട് ചെന്ന് ചേരുന്നത് ഒരു പഴയ ഗ്രാമത്തിലാണ്. അത് ഒരു ഗോത്ര ഗ്രാമമാണ്. അവിടുത്തെ ഒരു വലിയ പ്രത്യേകത, അവിടെയുള്ളവർ പുറം ലോകവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ലാത്ത മനുഷ്യരാണ്. ഈ മനുഷ്യൻ കർത്താവിൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആളുകൾ അവനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അവനെ ഉപദ്രവിക്കുകയും അവരുടെ കൂട്ടത്തിൽ നിന്ന് അവനെ പുറത്താക്കുകയും അവനെ തച്ചുഇറക്കുകയും ഒരു ചതുപ്പിൽ അവനെ കൊണ്ട് നിക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ പ്രതി, ക്രിസ്തുവിൻ്റെ വചനത്തെ പ്രതിയുള്ള ആഗ്രഹം അവൻ്റെ ജീവിതത്തിൽ അങ്കുരിക്കുന്നത് കൊണ്ട് തന്നെയാകാം അവൻ അവിടെ കിടന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടെ നിന്ന് ലഭിക്കുന്ന ചില മരുന്നുകൾ, ചില ഫലവർഗ്ഗങ്ങൾ എല്ലാം കഴിച്ച് അവനൊരു പുതിയ ജീവിതത്തിലേക്ക്, അവനൊരു പുതിയ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനിടയിൽ ഒരു വലിയ രോഗവും അവനെ ബാധിക്കുന്നുണ്ട്. ത്വക്കിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്ന ഒരു രോഗം. പക്ഷേ കർത്താവിൻ്റെ കൃപയും അവൻ്റെ പ്രാർത്ഥനയും അവൻ അവിടെ നിന്ന് ലഭിച്ച ആ നാട്ടിലെ ആഹാരങ്ങളുമെല്ലാം കഴിച്ച് സസ്യലതാദികളുടെ ജീവിതം ക്രമപ്പെടുത്തി അവൻ പുതുജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരു ദിവസം അവനൊരു കാഴ്ച കാണുന്നുണ്ട്. കുറേ ആളുകൾ ഒരു ചെറിയ പെൺകുട്ടിയുമായിട്ട് തൻ്റെ അടുക്കലേക്ക് വരുന്നു. അവനവരെ കണ്ടതോടെ ഓടി ഒരു മറവിൽ നിന്നു. അവൻ കിടന്നിരുന്ന ചതുപ്പിനടുത്തേക്ക് അവർ നടന്നു വരികയും ആ പെൺകുട്ടിയെ അവരോട് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ അമ്മ വളരെ ദൈന്യതയോടെ ആ കുഞ്ഞിനെ നോക്കി കരഞ്ഞുകൊണ്ട് ഈ മനുഷ്യരുടെ പിന്നാലെ പോകുന്നുണ്ട്. അവൻ വളരെ സാവധാനം ആ പെൺകുട്ടിയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്. അവൻ കാണുന്ന കാഴ്ച അവന് ബാധിച്ച അതേ രോഗം ആ പെൺകുട്ടിയും ബാധിച്ചിരുന്നു എന്നാണ്. പക്ഷേ അവൻ വളരെ സ്നേഹത്തോടെ അവളെ തൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുക. താൻ നൽകിയതായ ഔഷധങ്ങൾ, താൻ അന്ന് കഴിച്ചതായ മരുന്നുകൾ, താൻ അന്ന് അവളെ എങ്ങനെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചോ അതേ വിധം അവൻ അവളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ശുശ്രൂഷയുടെ അവസാനം അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. തുടർന്നൊരു ദിവസം ഈ പെൺകുട്ടിയുമായിട്ട് അവൻ ആ ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. മരിച്ചുപോയ മകളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരുന്ന ആ മാതാവിൻ്റെ അടുക്കിലേക്ക് ഇതാ വീണ്ടും മകൾ ജീവിച്ചു വരുന്ന അത്ഭുത കാഴ്ച അവൾ കാണുന്നുണ്ട്. അവൾ ഓടി തൻ്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വാഴിപ്പുണരുമ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ മനുഷ്യനാണ് എനിക്കൊരു പുതിയ ജീവിതം തന്നത്. വളരെ വേഗത്തിൽ ആ ഗ്രാമത്തിൽ അവൻ അംഗീകരിക്കപ്പെടുന്നവനാകുന്നു. അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം അവന് മനസ്സിലായി, ആ മനുഷ്യർക്ക് ഈ ലോകവുമായിട്ടുള്ള യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജീവിതക്രമം അവരെ പഠിപ്പിച്ചെടുക്കാൻ അവൻ കഷ്ടപ്പെടുന്നുണ്ട്. അവസാനം അവരിൽ ഒരുവനായി, അവരെപ്പോലെ ഒരുവനായി, അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി ഈ ലോകത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് നൽകിക്കൊണ്ട് അവൻ തൻ്റെ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. അവരവനെ സംസ്കരിച്ച് അവൻ്റെ ആചാരങ്ങളും അവരുടെ കർമ്മങ്ങളും എല്ലാം പൂർത്തിയാക്കി തിരിച്ചു വരുന്നുണ്ട്. കാലാന്തരത്തിൽ 2 മിഷണറിമാർ സുവിശേഷ ദൗത്യവുമായിട്ട് ഇതേ ഗ്രാമത്തിലേക്ക് ചെന്നെത്തുന്നുണ്ട്. അവർ ആ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ വളരെ ആഘോഷത്തോടെ ആ മനുഷ്യർ അവരെ സ്വീകരിക്കുന്നുണ്ട്. ഇവർ പറയുന്നു അത്ഭുതത്തോടെ, ഞങ്ങൾ വരുന്നത് വളരെ ദൂരെ നിന്നാണ്, നിങ്ങൾ കാണാനോ കേൾക്കാനോ സാധ്യമല്ലാത്തൊരു ലോകത്ത് നിന്ന്. അവിടെ നിന്ന് ഞങ്ങളിവിടെ വന്നത് ക്രിസ്തുവിൻ്റെ സന്ദേശത്തെ നിങ്ങളോട് പറയാനാണ്. ആ മനുഷ്യർ ചോദിച്ചു, ആരാണ് ക്രിസ്തു? അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് സവിസ്തരം ഈ മനുഷ്യരോട് പ്രതിപാദിക്കുന്നുണ്ട്. പ്രതിപാദനം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ ഒരു ചെറിയ പിശകുണ്ട്. നിങ്ങൾ പറഞ്ഞയാൾ സംസ്കരിക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതൊന്നും യെരുശലേമിലോ യഹൂദയിലോ അല്ല, ഞങ്ങളുടെ അടുക്കലാണ്. അവരവനെ, ഈ മനുഷ്യരെ പിടിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ കൊണ്ടുപോയി ആ പഴയ മിഷണറിയെ അവർ സംസ്കരിച്ച സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങൾ പറഞ്ഞ ക്രിസ്തു ജീവിച്ചതും ക്രിസ്തു മരിച്ചതും അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം ഇവിടെയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, വളരെ അത്ഭുതത്തോടെ ഈ മിഷണറിമാർ ഈ ക്രിസ്തുവിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അവസാനമായി തിരിച്ചറിഞ്ഞു, തങ്ങൾക്ക് മുമ്പേ ക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് ഈ മനുഷ്യരുടെ അടുക്കിലേക്ക് വന്നവരെ കുറിച്ചാണ് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്ന മനുഷ്യൻ അതാണ്. സ്നേഹിക്കപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ മിഷണറി ദൗത്യങ്ങളും സുവിശേഷങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ക്രിസ്തുവൊക്കെ മനുഷ്യർക്ക് പരിചയപ്പെടാതെയും മനസ്സിലാക്കാതെയും പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം വളരെ നിസ്സാരമാണ്. നമുക്കൊരിക്കലും
നമ്മൾ അനുഭവിക്കാത്ത ഒരാളെക്കുറിച്ച് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയില്ല. നമുക്ക് മനസ്സിലാകാത്ത ഒരാളെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ചിന്തകൾ കൊണ്ടും യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ക്രിസ്തുവിനെ പലപ്പോഴും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും ജീവിതത്തിന്റെ ഭാഗമായി, അനുഭവത്തിന്റെ ഭാഗമായി തീരാത്ത ക്രിസ്തുവിനെ എത്രമാത്രം പ്രഘോഷിച്ചാലും അത് മറ്റുള്ളവന്റെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയില്ല. ഇന്ന് സഭാശുദ്ധീകരണത്തിന്റെ കുദശിത്തയുടെ ഈ ദിവസങ്ങളിൽ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പാഠം അതുതന്നെയാണ്. പത്രോസിനോട് കർത്താവ് പറയുന്ന വാക്കുകൊണ്ട്, നിന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് എൻ്റെ പിതാവാണ്. പരിശുദ്ധാത്മാവിനാലാണ് നീ ഇത് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനാലും വ്യക്തി ജീവിതത്തിന്റെ അനുഭവത്താലും ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കാത്തവർക്ക് ആ ക്രിസ്തുവിനെ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മൾ ചിന്തിക്കേണ്ട ചിന്ത, ഒരു നല്ല ക്രിസ്തുവിനെ അറിയുന്ന, ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ മനസ്സിലാക്കിയ, ക്രിസ്തുവിനെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്ത ഒരു ഉത്തമ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് ഈ ക്രിസ്തുവിനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ, എനിക്ക് ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ ഈ ക്രിസ്തുവിനെ എനിക്ക് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴെങ്കിലും നമ്മൾ തന്നെയായി മാറാനായിട്ട് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ, കുടുംബ ബന്ധങ്ങൾ, ഇതിൻ്റെയൊക്കെ മൂല്യം പലപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ പോകുന്നതും ജീവിതത്തിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാതെ പോകുന്നതും ഒക്കെ ഈ മൂല്യത്തിൽ നമ്മൾ ജീവിക്കപ്പെടാൻ വിസ്മരിക്കുന്നത് കൊണ്ടാണ്. ഈ മൂല്യത്തെ തിരിച്ചറിയാൻ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കേൾക്കപ്പെടുന്ന, നമ്മളെ വിളിക്കപ്പെടുന്ന വചനം, വാക്ക് അതേതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ്. ഈ തിരിച്ചറിവിൻ്റെ കാലത്തിലേക്കാണ് കർത്താവ് നമ്മളെ ഈ ആഴ്ചകളിൽ ക്ഷണിക്കുന്നത്. ഞാനൊരു അപ്പനാകുന്നുവെങ്കിൽ, ഞാനൊരു അമ്മയാകുന്നുവെങ്കിൽ, ഞാനൊരു പുരോഹിതനാകുന്നുവെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥം അറിഞ്ഞിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ദിവസം കർത്താവിനെ അറിഞ്ഞും നമ്മൾ തന്നെ സ്വയം അറിഞ്ഞും ജീവിക്കാനുള്ള തമ്പുരാൻ ജീവിതത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.